ഹായ് മക്കളെ, നമസ്കാരം. 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി നമ്മുടെ മലയാളം ഫസ്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യത കൂടുതലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് രാത്രി 7:15 നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും. ഉത്തരങ്ങൾ ഏതാന്നുള്ള സാധനം. അപ്പോൾ കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ: പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? എന്തെല്ലാമോ ചില പ്രത്യേകതകൾ പൂക്കൾക്കുള്ളത് കൊണ്ടാണ് പൂക്കളെ ദേവതകളായിട്ട് ആര് കാണുന്നത്? നമ്മുടെ പാഠഭാഗത്തിനകത്ത് കവി ഉള്ളൂർ കാണുന്നത്. ആ പ്രത്യേകതകളാണ് ഇതിൻ്റെ ഉത്തരത്തിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. ഓർക്കുക, പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ. എന്തെല്ലാം പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് പൂക്കളെ ദേവതകൾക്ക് തുല്യമായിട്ട് കവി കണ്ടിരിക്കുന്നത്? സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തെറ്റുന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണ് എന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചിന്തകൾ പനിനീർപ്പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക? പനിനീർപ്പൂവിനെ നിന്ദിക്കുന്ന രൂപത്തിൽ ആദ്യം കവി എന്ത് ചെയ്യുന്നുണ്ട്, ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഒരു നിമിഷം കവി തന്നെ എന്ത് ചെയ്യുന്നു, സ്വയം ചിന്തകൾക്ക് വിധേയമാക്കുന്നു. അങ്ങനെ വിധേയമാക്കിയ സമയത്ത് പനിനീർപ്പൂവിൻ്റെ ജീവിതം വളരെ തുച്ഛമാണെങ്കിലും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രകൃതിക്ക് ഗുണമാകുന്ന, സമൂഹത്തിന് ഗുണമാകുന്ന, ലോകത്തിന് ഗുണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ആ പൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മനുഷ്യനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാദൃശ്യപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവന്നേക്കണം. ചോദ്യം ഓർക്കുക: തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ്: എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി, മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി എന്ന് ആരാ പറയുന്നത്? അനുതാരയാണ് പറയുന്നത്. അനുതാരയ്ക്ക് എന്തായിരുന്നു വേദന? ആ സമയത്ത് എങ്ങനെ ആശ്വാസമായിട്ട് മണികണ്ഠൻ മാറുന്നു? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുവരിക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്തേക്കുക. സെറ്റല്ലേ? എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി, മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്. സെറ്റ്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നീലകണ്ഠൻ, നമ്മുടെ പാഠഭാഗത്തുള്ള നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പാഠഭാഗത്ത് കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അനുതാര എന്ന അസുഖം ബാധിച്ച കുട്ടിക്ക് പലപ്പോഴും ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് വളരെ സ്നേഹത്തോടുകൂടി, പരിഗണനയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നീലകണ്ഠൻ. ഒടുക്കം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് പഠനം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന നീലകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ സവിശേഷത മുഴുവൻ എന്ത് ചെയ്യുക, നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരിക. മാർക്ക് സ്കോർ ചെയ്തേക്കുക. ഉത്തരം കിട്ടാൻ എവിടെ വരിക? ഇന്ന് രാത്രിയിലെ ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. ഓക്കെ, സെറ്റ്. ദെൻ നെക്സ്റ്റ്: നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് എന്ത് ചെയ്യുക, കണ്ടെത്തി എഴുതുക. എന്തുകൊണ്ടായിരുന്നു അമ്മ ഈ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ കാരണം? അതിന് കാരണമായിട്ട് മക്കൾ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? മക്കളുടെ നിലപാട് എന്തായിരുന്നു? അമ്മ എന്തുകൊണ്ടാണ് മുഖത്ത് ഉള്ളിൽ ഇത്രമാത്രം സങ്കടമുണ്ടായിട്ടും മുഖത്ത് പ്രസന്നത നടിച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യം മക്കളോട് പറയാനുണ്ടായ കാരണം? അത്രയും കാരണങ്ങൾ നമ്മുടെ ഉത്തരത്തിനകത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ത് ചെയ്തു, സെറ്റായി കഴിഞ്ഞു. ദെൻ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാർക്ക് ചെയ്തു വെച്ചോ. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, കഥയിലെ നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റ് കഥാപാത്രങ്ങളുള്ള ഇടപെടൽ എന്നിവ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയ്ക്കൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം ആർക്ക് തയ്യാറാക്കുക? അമ്മക്ക് തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ് നോക്കുക. അമ്മ കരയുന്നില്ല,
ഒരു തരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ ആശയം വ്യക്തമാക്കി കുറിപ്പെഴുതുക. എന്തുകൊണ്ടായിരുന്നു അമ്മ കരയാതിരുന്നത്? സങ്കടമില്ലാഞ്ഞിട്ടാണോ? സങ്കടമുണ്ട്. എന്തിനെ കുറിച്ചുള്ള സങ്കടമായിരുന്നു അമ്മക്കുണ്ടായിരുന്നത്? എന്നിട്ടും ദൃഢമായ മനസ്സോട് കൂടിയിട്ട് ആ സാഹചര്യത്തെ നേരിടാൻ കാണിച്ച അമ്മയുടെ ചങ്കൂറ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? ഈ പ്രഡിക്ഷൻ ചോദ്യങ്ങൾ നാളെ ചോദ്യപേപ്പറിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാണാം. ഉത്തരങ്ങൾ കാണാൻ വേണ്ടി ഇന്ന് രാത്രിയിലെ ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം? എത്തിച്ചേരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.